മാത്രമല്ല നമുക്കൊരു നേരത്തെ ഒരു ബോർഡർ മാത്രമേ ഉള്ളൂ. അത് വലിയൊരു പ്രശ്നമാണ്. ഈ സിറിൽ റാഡ്ക്ലിഫ് ഇന്ത്യ വിഭജിച്ചപ്പം അദ്ദേഹത്തിന് ഇന്ത്യയെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം പെട്ടെന്നൊരു വരയുണ്ടാക്കി പെട്ടെന്ന് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഭൂരിപക്ഷമായ പ്രദേശങ്ങൾ വെച്ച് മുറിച്ച് ഈ കോലത്തിലാക്കി. അവിടെ യഥാർത്ഥത്തിൽ കുറച്ചുകൂടെ വീതി വേണ്ടായിരുന്നു. അതുമാത്രമല്ല യോഗീന്ദ്രനാഥ് മണ്ഡൽ സ്വാതന്ത്ര്യത്തിന് മുമ്പേ ജിന്നയുമായിരുന്നു അദ്ദേഹത്തിന് വലിയൊരു കൂട്ടല്ലേ, വലിയൊരു ചെങ്ങാതി ജിന്നയായിരുന്നു. ജിന്ന അദ്ദേഹത്തിന് വാക്ക് കൊടുത്തു, ഇന്ത്യയിൽ നിന്നാൽ ദളിതർക്ക് സ്വാതന്ത്ര്യം ലഭിക്കില്ല, പീഡനത്തിന് ഇരയാവും. അംബേദ്കർ അതിനെ എതിർക്കുകയാണ് ഉണ്ടായത്. അത് വിശ്വസിച്ച് അദ്ദേഹം സ്വാതന്ത്ര്യത്തിന് ശേഷം ബംഗ്ലാദേശിൽ കിഴക്കൻ പാകിസ്ഥാനിലേക്ക് അദ്ദേഹം പലായനം ചെയ്തു. അദ്ദേഹം അവിടുത്തെ ആദ്യത്തെ നിയമമന്ത്രിയായി ജിന്നയുടെ റൈറ്റ് ഹാൻഡ് ആയിരുന്നു. ജിന്ന ഉണ്ടായിരുന്ന സമയത്ത് അവിടെ അത്യാവശ്യം സെക്കുലർ ആയിരുന്നു. എന്നാൽ ജിന്നയുടെ മരണത്തിന് ശേഷമാണ് എല്ലാം മാറി മറിഞ്ഞത്. ഇദ്ദേഹത്തിന് കറിവേപ്പിലയുടെ വില മാത്രമായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത്.